ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഓപ്ഷൻ ബൈയിങ് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നമുക്കൊന്ന് നോക്കാം. ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസാണിത്. 51,661 ബാങ്കിൽ അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ. ഞാൻ അന്നേരം പറഞ്ഞിരുന്നു മാർക്കിങ്ങിൽ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ഡൗൺ സൈഡ് എൻട്രിക്കാണ് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളിപ്പോൾ ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുക. അവിടെ എത്തുമ്പോൾ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് താഴേക്ക് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ, അതായത് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആണ് ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്ത് അവിടെ അതിനേക്കാളും നല്ല നമുക്ക് ബാങ്കിൽ നിന്ന് ട്രേഡ് നോക്കുകയായിരിക്കും നന്നാവുക. ബാങ്കിൽ നമുക്ക് 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഡൗൺ സൈഡ് ട്രേഡ് ഇപ്പോൾ പ്ലാൻ ചെയ്യാം. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ആദ്യത്തെ ട്രേഡ് മിക്കവാറും ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ആയിരിക്കും ഡൗൺ സൈഡ് ട്രേഡ്. അപ്പോൾ നമുക്ക് 1 മിനിറ്റിലേക്ക് മാറ്റി നോക്കുമ്പോൾ നമ്മുടെ നമുക്ക് നല്ലൊരു സ്ട്രക്ചറൊക്കെ ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഏരിയേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഡൗൺ സൈഡ് എൻട്രി നോക്കാം. ഓക്കെ, നിഫ്റ്റി ഞാൻ ഇന്നലെ തന്നെ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റം കണ്ടപ്പോൾ തന്നെ നിഫ്റ്റിയിൽ നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. 25,000 മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നിഫ്റ്റി ഇന്നലെ 25,000 എന്നുള്ള ലെവലിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ജസ്റ്റ് താഴെ. അപ്പോൾ ആളുകൾ ഇൻവൈറ്റ് ചെയ്യണത് മാർക്കറ്റ് അവിടെ നിന്ന് താഴേക്കേ പോരുള്ളൂ. 25,000 കോൾ ഓപ്ഷൻ ഒരുപാട് ആളുകൾ സെല്ല് ചെയ്തിട്ടുണ്ടാവും. അവരൊക്കെ SL അടിക്കാൻ വേണ്ടി ഇന്ന് ഓപ്പൺ ചെയ്ത് തന്നെ മാർക്കറ്റ് 25,000 മുകളിലാണ്. അപ്പോൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രി ഏരിയ എത്തിയിട്ടുണ്ട്. നമുക്ക് 51,900 പുട്ട് ഓപ്ഷൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ 410 അതിൻ്റെ പ്രൈസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാം. നമുക്ക് ഒരു 400 റേഞ്ചിലൊക്കെ ആകുമ്പോഴേക്കും മിക്കവാറും എൻട്രി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി ഒരു ആ റേഞ്ചിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 75 ക്വാണ്ടിറ്റി 20 പോയിൻറ്റ്സ് SL ഇതൊക്കെ റെഡിയാക്കി വെക്കാം. പ്രൈസ് ഒന്ന് ആ റേഞ്ചിലേക്ക് എത്തട്ടെ, വെയിറ്റ് ചെയ്യാം. ഇത് അപ്സ്റ്റോക്സിൻ്റെ ചാർട്ടാണ്. അപ്സ്റ്റോക്സിൻ്റെ സ്പോട്ട് ചാർട്ട് ഉണ്ട്. നമുക്ക് പ്രീമിയം ചാർട്ടും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് രണ്ടും ഒരുമിച്ച് കാണാൻ പറ്റും. എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോഴും സുഖമായിരിക്കും. കുറച്ചും കൂടെ പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റും സ്പോട്ടിൻ്റെ മൂവ്മെൻറ്റും കാണാൻ പറ്റും. ഓക്കെ, നോക്കാം. നമുക്ക് നമ്മുടെ എൻട്രി ഏരിയ എന്ന് പറയുമ്പോൾ 51,867 അവിടെ മാർക്കറ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡൗൺ സൈഡ് എൻട്രി, ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം ഡയറക്റ്റായിട്ട്. ഇന്നത്തെ ഡേ ലോൻ്റെ താഴെ വെച്ചാൽ 214, 215 പോയിൻ്റ് ഉണ്ട് സ്പോട്ടിൽ. നമുക്ക് ഈസി ആയിട്ട് 100-120 പോയിൻ്റ് നമുക്ക് ടാർഗറ്റിലേക്ക് വരും. ഈസി ആയിട്ട് വരാൻ പറ്റിയൊരു ഏരിയയാണ്. നമുക്ക് നോക്കാം. എൻട്രി വരട്ടെ. എൻട്രി വരാതെ ഇപ്പോൾ 415 പ്രീമിയത്തിൻ്റെ പ്രൈസ് ഉള്ളത്. നിങ്ങൾ കാണുന്ന 419. അതൊന്ന് മുകളിലേക്ക് മീൻസ് ഒന്ന് താഴട്ട് 400 റേഞ്ചിലേക്ക് വന്നാൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. മാർക്കറ്റ് അവിടെ നിന്ന് താഴേക്ക് വരിക അല്ലേ, നമ്മുടെ എൻട്രി തരാതെ താഴേക്ക് വരും. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് വെയിറ്റിംഗ് ആണ് നമ്മുടെ മെയിൻ. വെയിറ്റ് ചെയ്യുക, എൻട്രി ഏരിയ എത്തുമ്പം ധൈര്യപൂർവ്വം എൻട്രി എടുക്കുക. കാരണം അത് നമ്മൾ ഒരുപാട് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കാര്യമാണ്. കാരണം ആദ്യകാലങ്ങളിൽ പലപ്പോഴും ചിലപ്പോൾ എൻട്രി കുറേ സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു എൻട്രി ആ ഒരു ഏരിയയിൽ നിന്ന് എടുക്കാനും പേടിയാവും. കാരണം നമുക്ക് ഓവറോൾ മീൻസ് അത്രയും ലോസ് വരുമ്പോൾ പിന്നെ ആ ഒരു സ്ട്രാറ്റജിയിലൊക്കെ ഒരു ബിലീഫ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയൊക്കെ ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് സിസ്റ്റം ഒക്കെ ചെയ്ത് വെച്ച സ്ട്രാറ്റജി. അപ്പോൾ നമുക്ക് പേടിയില്ല. ഇനിയിപ്പോൾ എൻട്രി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിഫ്റ്റിയിലും അതുപോലെ 25,64 ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡ് എൻട്രി നോക്കാം. ഒരു അഗ്രസീവ് എൻട്രി നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈ ആണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. അതിനേക്കാളും നല്ല ബാങ്കിൽ തന്നെ ചെക്ക് ചെയ്യുക, എൻട്രി പ്ലാൻ ചെയ്യാം. അവിടെ എത്തട്ടെ, നല്ല എടുക്കുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം പറയാൻ തോന്നി എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ ഇപ്പോൾ കോഴ്സിന് ചേരാൻ വരുന്ന ആളുകൾ പറഞ്ഞൊരു കാര്യമാണ്. അവർ 50,000 60,000 ഒക്കെ വലിയ പൈസയും കൊടുത്ത് കോഴ്സ് പഠിച്ചത് എന്താ വെച്ചാൽ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് അവർ അയച്ചു കൊടുത്തിട്ട് അത് നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ടൊക്കെയാണ് പഠിച്ചത്. പിന്നീട് അവർ ചേർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഒരു നല്ലൊരു സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ പറയാൻ കാരണം ഇത് ഉണ്ടാക്കിയതാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ആർക്കും ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. അതിന് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഉണ്ടാക്കാമെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ്വെയർ ഒക്കെ അറിയുന്നവർക്ക് ഈസി ആയിട്ട് വലിയ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലോജിക്ക് നിങ്ങൾ എപ്പോഴും വെക്കുക. എപ്പോഴും നിങ്ങളൊരു ലൈവ് ട്രേഡ് മീൻസ് എപ്പോഴും എനിക്ക് തോന്നുന്നത് കുറച്ച് എൻ്റെ തന്നെ ക്ലാസ് എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലും ലൈവ് ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അവരത് കണ്ടിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ട്രേഡ് എടുക്കും, വലിയ ലാഭം കിട്ടും, അത് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് മന്ത്ലി ഇടുമ്പോൾ ആളുകൾ വിചാരിക്കും ഇവർക്ക് എല്ലാ സമയത്ത് പ്രോഫിറ്റ് തന്നെയാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ആവർത്തിക്കരുത്. മറ്റേത് ഈസി ആയിട്ട് ഉണ്ടാക്കാം.
ഇത് ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ലൈവ് ട്രേഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിലാണോ അവരുടെ അക്കൗണ്ടിലാണോ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് കാണാം. ഡെയിലി ഞാൻ എൻ്റെ ഒരു യൂസർ ID മുകളിൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ആ സെയിം യൂസർ ID വെച്ചിട്ടാണ് ഞാൻ ഡെയിലി ട്രേഡ് ഈ ഒരൊറ്റ അക്കൗണ്ട് നിന്നാണ് ഫ്ലാറ്റ് ട്രേഡിൻ്റെ അതിൽ ചെയ്യുന്നത്. അതേപോലെ ചെയ്തും കൂടി ശ്രദ്ധിക്കുക. ചില ആളുകൾ എന്താണ് 2-3 അക്കൗണ്ട് ഉണ്ടാവും, പ്രോഫിറ്റ് രണ്ടിലും ട്രേഡ് എടുത്തിട്ട് ലോസും പ്രോഫിറ്റ് ഉള്ളത് മാത്രം ഇടുക, അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി ഇതുവരെ വന്നിട്ടില്ല, പ്രീമിയം റേഞ്ചിലേക്ക് എത്തിയില്ല. വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 10:17 ആയിട്ടുണ്ട്. നമ്മുടെ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയിൽ എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് നമ്മുടെ നേരത്തെയൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് മോഡിലേക്ക് പോയില്ലേ പ്രീമിയം. നമുക്ക് കുറച്ചും കൂടി നേരത്തെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു 410 എത്തട്ടെ. പക്ഷേ മാർക്കറ്റ് ആ ഒരു റേഞ്ചിലേക്ക് വരാതെ വീണ്ടും താഴേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. അതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ എത്തിയിട്ടുണ്ട്. ഡേലോ ജസ്റ്റ് എടുത്തതിന് ശേഷം കൺസിഡർ ചെയ്യാം ഈ ഒരു ഏരിയയിൽ നിന്ന്. ഇതിൻ്റെ ഹൈ അതായത് 51,767 ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു പുട്ട് ഓപ്ഷൻ അഗെയിൻ 51,900 എടുക്കാം. അപ്പോൾ പ്രീമിയം 448 ആയില്ലേ. നമ്മൾ നേരത്തെ 410 പ്ലാൻ ചെയ്തപ്പോൾ 520 വരെ പോയി. 410 എത്തിയപ്പെടുത്താൽ പോലും 100 പോയിന്റ് ഈസിയായിട്ട് ഇപ്പോൾ ടാർഗറ്റ് എത്തിയെന്ന് ഡേലോ എടുക്കുന്ന സമയത്ത് അല്ലേ. നമ്മൾക്ക് നേരത്തെ എൻട്രി ജസ്റ്റ് മിസ്സായതാണ്. 400-നൊക്കെ എൻട്രി ആ ഒരു സ്പൈക്കിൽ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് ജസ്റ്റ് അൺലക്കി എന്ന് പറയാം. ടാപ്പ് ചെയ്യാതെ നമ്മൾ അഗ്രസീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് റിസ്ക്കാണ്. നമ്മുടെ പ്രോപ്പർ പ്ലാൻ അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഇമോഷണലി പ്രശ്നം വരും. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ കറക്റ്റ് പ്ലാൻ വൈസ് എൻട്രി വരാത്തതുകൊണ്ടാണ് എടുക്കാത്തത്. അതിന് ശേഷം ഒരു ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു 51,800 എന്നുള്ളൊരു സിംഗിൾ ക്യാനിൽ. പക്ഷേ അതും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള എൻട്രി തന്നില്ല കുറച്ച് നേരം മുന്നേ. അതും നമുക്കൊരു എഗെയിൻ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താത്തതുകൊണ്ട് ട്രേഡ് എടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ 448 432 ആ റേഞ്ചിലേക്കൊക്കെ വന്നാൽ നമുക്ക് ഒന്നുകൂടി എൻട്രി പ്ലാൻ ചെയ്യാം. ഒരു പുട്ട് ഓപ്ഷൻ കൂടി എടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടി ഒന്ന് മുകളിലേക്ക് ഒരു 20 പോയിൻറ്റ്സ് ബാങ്ക് നിഫ്റ്റി ഒരു അപ്സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യും. നേരത്തെ എടുത്തതിൻ്റെ അത്ര പ്രോബബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ഓൾറെഡി ഡേലോ എടുത്തതിനെ കൊണ്ട് അറിയില്ല ഇനിയിപ്പോൾ അപ്സൈഡ് പോകുമോ എന്നുള്ളത്. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ പ്രോപ്പർ പ്ലാൻ തന്നെയാണ്. ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ എന്നാണ് ട്രേഡ്. ഒന്നും കൂടെ ആ ഒരു 51,767 ടച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് ചെയ്യാം. പ്രീമിയം താഴെ ഉണ്ട് അല്ലേ, 444 എത്തിയിട്ടുണ്ട്. ഒന്ന് കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. വെയിറ്റ് ചെയ്യാം. ഒന്നും നടക്കില്ലല്ലോ, അങ്ങോട്ട് വരുന്നില്ല. നോക്കാം. 751,750 വരുന്നുണ്ട്. കയറട്ടെ, കുറച്ചും കൂടെ കയറട്ടെ. വരട്ടെ. അത് എൻട്രി എടുക്കണ്ട, എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യാം. നോ ഇഷ്യൂസ്. ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചാൽ അത് എൻട്രി കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം. നമുക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണ്ട. ആ എൻട്രി നമുക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ തൊട്ടടുത്ത് വരെ വന്നിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങിയില്ലേ. എനിക്ക് തോന്നുന്നില്ല ഞാൻ അത് കിട്ടുമെന്നുള്ളത്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അത് മിക്കവാറും ഉണ്ടാവുമെന്നറിയില്ല. സമയം 12:26. നമുക്ക് ആ എൻട്രി ഇട്ട് കിട്ടിയിട്ടുമില്ല മാർക്കറ്റ്. അതിനുശേഷം നല്ല താഴേക്ക് വന്നു. ഒരു ടാർഗറ്റ് അതും 100 പോയിൻ്റ് റേഞ്ചിലേക്ക് ഹിറ്റായില്ലേ. ആ ഒരു എൻട്രി ഒരു 5 പോയിൻ്റ് കൊണ്ട് ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് എൻട്രി കിട്ടായിരുന്നു. പക്ഷേ അതും നമുക്ക് മിസ്സായി എന്നുള്ളതാണ്. ആ ഒരു എൻട്രി 100 പോയിൻ്റ് പുട്ട് ഓപ്ഷനിൽ മൂവ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിലും അതുപോലെ ഞാൻ പറഞ്ഞ 25,000 താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു അപ്സൈഡ് പോകാൻ പറ്റിയൊരു ഏരിയയാണ് ഇത്. മാർക്കറ്റ് ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയ അല്ല, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഇൻറ്റേർണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയയാണ് ബാങ്ക് നിഫ്റ്റി ഈ 25,000 താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഡേയ്സ് ഇച്ചിരി ടഫാണ്. ഒന്നാമത് നിഫ്റ്റി എക്സ്പയറി ആണ്, 27,000 താഴേക്ക് വരും. പിന്നെ കുറച്ച് ആളുകൾ താഴേക്ക് പോകുമ്പോൾ മുകളിലേക്ക് കൊണ്ടുപോകും. മുകളിലേക്ക് പോയിട്ട് കുറച്ച് ആളുകൾ അപ്സൈഡ് കയറുമ്പോൾ താഴേക്ക് കൊണ്ടുവരും. ഇത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് മീൻസ് ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലുകളിൽ നിന്ന് പലപ്പോഴും മാർക്കറ്റ് അങ്ങനെ റിയാക്ട് ചെയ്യാറുണ്ട്, നിഫ്റ്റിയാകും ബാങ്കായാലും. അപ്പോൾ അത്തരം ഡേയ്സിന് നമുക്ക് വലിയൊരു ടാർഗറ്റ് വെക്കുമ്പോൾ പലപ്പോഴും കിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ 12 നമ്മൾ നേരത്തെ ബാങ്ക് നിഫ്റ്റി പ്ലാൻ ചെയ്ത ഏരിയ, അതായത് ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി 51,667 താഴേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് അപ്സൈഡിലേക്കുള്ള പ്ലാനാണ് ചെയ്യുന്നത്.
ഇതുവരെ നമ്മൾ ഡൗൺ സൈഡാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇനി നമുക്ക് അപ്പ് സൈഡ് പ്ലാൻ ചെയ്യാം. നമുക്ക് രസമല്ല, ഡൗൺ സൈഡ് രണ്ട് പ്ലാനും ചെയ്ത് രണ്ടും നമുക്ക് എന്താ പറയുക, ഒരു ചെറിയ പോയിൻറ്റിനല്ല എൻട്രി മിസ്സായത്. രണ്ടിനും നല്ല മൂവ്മെൻറ്റ് തന്നു. അതായത് പുട്ട് ഓപ്ഷൻ രണ്ടും 100 പോയിൻറ്റ്സ് റേഞ്ചിലേക്ക് മൂവ് ചെയ്തു എന്നുള്ളതാണ് രസം. നമ്മളുടെ എൻട്രി മിസ്സായത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നിഫ്റ്റി നന്നായി താഴേക്ക് വരുന്നുണ്ട്, ബാങ്കും വരുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കിയാൽ മതി. ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തെന്ന് വിചാരിച്ച് അവിടെ ട്രേഡ് എടുക്കണ്ട. നമുക്ക് അവിടെ എത്തിയിട്ട് മാർക്കറ്റിൻ്റെ ഒരു പ്രൈസ് ആക്ഷനൊക്കെ നോക്കിയിട്ട് അപ്പ് സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എടുത്താൽ മതി. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 12:45. നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റിയ ഏരിയയിലാണ്. നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പ്രീമിയം 51,600 കോൾ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, റെഡിയാക്കി വെക്കാം. 20 പോയിൻറ്റ്സ് എസ്സിൽ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. എൻട്രി എത്തുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. 12:46. നമുക്കൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് പ്രീമിയം ഒരു 440 റേഞ്ചിലൊക്കെ എത്തട്ടെ. അതിൻ്റെയൊക്കെ താഴേക്ക് വന്നാൽ നമുക്ക് പ്ലാൻ ചെയ്യാം. നോക്കാം. വരട്ടെ വരാതെ നമുക്ക് നേരത്തെ മാർക്ക് ചെയ്തൊരു 5 മിനിറ്റ്സ് IDX എഗെയിൻ 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്ത എൻട്രി ഉണ്ടോ, നേരത്തെ ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്ത ബാങ്ക് അത് ടാർജറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു അടിപൊളി ട്രേഡ് അല്ലേ, ഈസി ആയിട്ട് ടാർജറ്റ് 100-ലധികം പോയിൻ്റ് നമുക്ക് ഈസി ആയിട്ട് വന്നു. പക്ഷേ ആ ട്രേഡ് നമുക്ക് മിസ്സായില്ലേ. അതിന് ശേഷം ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ആ ഒരു ട്രേഡാണത്. അതിന് ശേഷം ആ ഒരു ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷവും ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ടോട്ടലിൽ നിന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒന്നോട്ട് കിട്ടിയിട്ടുമില്ല എൻട്രി. ഈ ലാസ്റ്റത്തെ ഒരു എൻട്രി എടുത്തിട്ടുമില്ല. 2 എടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നിന്ന് കിട്ടിയില്ല. മൂന്നാമത്തേത് എടുക്കാൻ പറ്റിയിട്ടുമില്ല. അതാണ് സത്യം. അതിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിഫ്റ്റിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടപ്പോൾ എടുക്കാനൊരു പേടിയാണ്. നമ്മുടെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റ് നമ്മുടെ ഏരിയയിലേക്ക് വരുന്നുണ്ട്. എൻട്രി എടുക്കാൻ 51,600 റേഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. ജസ്റ്റ് എത്തി. കോൾ ഓപ്ഷൻ മീൻസ് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. 439.50 നമുക്ക് എൻട്രി കിട്ടിയത് അല്ലേ. 38 വരുന്നുണ്ട്. പ്രീമിയം മുകളിലേക്ക് പോകുന്നുണ്ട്, സ്പോട്ട് താഴേക്കും വരുന്നുണ്ട്, എന്താ അറിയില്ല. നോക്കാം. നമ്മുടെ എൻട്രി പ്രോപ്പർ തന്നെയാണ്. ഒരു അഗ്രസീവ് എൻട്രിയാണിത്, ഒരു അഗ്രസീവ് ടൈപ്പ് എൻട്രിയാണ്. ഇതൊക്കെ അപ്ഡേറ്റഡ് ചെയ്ത എൻട്രി കേട്ടോ. ഞാൻ മുന്നേ ഒരു 6 മാസം മുന്നേ 3 മാസം മുമ്പ് ഇത്ര എൻട്രികളെല്ലാം എടുക്കുക കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. മാർക്കറ്റിൽ ഡെയിലി വാച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്ന എൻട്രീസും കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ ഞാൻ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എൻട്രിയും കൂടി എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. അല്ലാതെ ഞാൻ ഒരു സാധനം പഠിച്ചെന്ന് വിചാരിച്ചിട്ട് ലൈഫ് ലോങ് ആ ഒരു സിസ്റ്റം യൂസ് ചെയ്താൽ പ്രോഫിറ്റബിൾ ആവുമെന്ന് എനിക്കൊരു യാതൊരു പ്രതീക്ഷയില്ല. കറക്റ്റായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ നോക്കി കണ്ടുപിടിച്ച് അതിന് ട്രൈ ചെയ്ത് അങ്ങനെ ചെയ്യുക. അങ്ങനെ നമ്മൾ എൻട്രി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ടാർജറ്റോ SLO എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല, ബാക്കിയൊക്കെ മാർക്കറ്റിൻ്റെ കയ്യിലാണ്. നമുക്ക് എൻട്രി എടുക്കുക, ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് കൊടുത്ത് വെക്കുക. ഏതാണോ ആദ്യം കിട്ടുന്നത് അതിൽ അക്സെപ്റ്റ് ചെയ്യുക, നിർത്തുക പരിപാടി, അത്രേ ഉള്ളൂ. നോ ഷൂസ്. അതായിരിക്കണം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ എന്നുള്ള. അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ടല്ലേ. ട്രേഡ് എടുത്ത ഉടനെ തന്നെ അത്യാവശ്യം നന്നായി കയറുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒരു നിയർലി 20 പോയിൻറ്റ്സ് റേഞ്ചിലൊക്കെ 20 എബോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഗ്രൂപ്പിലൊന്ന് പോസ്റ്റ് ചെയ്ത് 51,600 ലെവലിൽ ഒരു അപ്സൈഡ് എൻട്രി ഉണ്ട് അവിടെ ടച്ച് ചെയ്യുമ്പോൾ. കറക്റ്റ് 51,600 ടച്ച് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. അത്യാവശ്യം നല്ലൊരു മൊമെൻ്റ് ഉണ്ട്. ഞാൻ എടുത്ത എൻട്രി ആട്ടോ പറയാം, അല്ലാതെ അത് നമ്മുടെ എൻട്രി സെറ്റപ്പിലുള്ളൊരു അഗ്രസീവ് എൻട്രി ടൈപ്പാണ്. ജസ്റ്റ് ഞാൻ അല്ലാതെ ഞാൻ അധികം എപ്പോഴും ഒന്നും ഇങ്ങനെ കൊടുക്കാറില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് ചില ഏരിയകൾ തോന്നുന്ന സമയത്ത് മാത്രമേ കൊടുക്കാറുള്ളൂ. അല്ലാതെ എല്ലാ ട്രേഡ് ഞാൻ എടുക്കുന്നതൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. ആളുകൾക്ക് പഠിപ്പിക്കും, അതിനനുസരിച്ചിട്ട് അവർക്ക് സ്വയം ട്രേഡ് എടുക്കാമെന്നുള്ളത്. അതല്ലാതെ അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്യുക മീൻസ് എൻട്രി എടുത്തോളൂ എന്നൊന്നും പറയാറില്ല. അത് റിസ്ക്കാണ്. എൻട്രിയും കൂടി ഇമോഷണലി ബാധിക്കുക ചെയ്യുക. കാരണം ഞാനൊരു ട്രേഡ് എടുക്കുമ്പോൾ എല്ലാവരും കൂടി എടുക്കുമ്പോൾ അവർ ചിലപ്പോൾ ഞാൻ ലിക്വിഡിറ്റി കണ്ട ഏരിയയിലായിരിക്കില്ല വേറെ ആൾ കാണുക. ചില ആളുകൾ ഇന്ന് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്താൽ മതി എന്നുള്ള ആളുകളുണ്ടെങ്കിൽ അപ്പ് സൈഡിലുള്ള ലിക്വിഡിറ്റി എടുക്കുമ്പോൾ താഴേക്ക് എടുത്താൽ മതി. ഇനി മുകളിലേക്ക് മാത്രമേ ഇന്ന് ട്രേഡ് എടുക്കുന്ന ആളുകൾ താഴെ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക്, താഴെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക്. അല്ലാതെ ഇത് ഒരു CPR അല്ല ഇൻഡിക്കേറ്റർ പോലെ എപ്പോഴോ എല്ലാവർക്കും ഒരേ ഏരിയയിൽ നിന്ന് എൻട്രി കിട്ടുന്നതല്ല. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ സ്കില്ല് പോലെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ പല ഏരിയയിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു സ്കില്ലുണ്ടാവും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കാര്യം. ഏതായാലും നോക്കാം. അത്യാവശ്യം പ്രോഫിറ്റ് 1,500 ആയിട്ടുണ്ട്. ടാർജറ്റ് ആവുമെന്ന് വിചാരിക്കുന്നത് ഈ ട്രേഡ് തോന്നുന്നു. അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം.
സമയം 2:15. ട്രേഡ് എടുത്തിട്ട് 1.5 മണിക്കൂർ അല്ലേ. നമ്മൾ ടാർഗറ്റിൻ്റെ ആ ഒരു ഏരിയ വരെ പോയിട്ടാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചത്. അത്യാവശ്യം 4,000-5,000 അബോവൊക്കെ പ്രോഫിറ്റ് കാണിച്ചു തോന്നുന്നുണ്ട്. അത്യാവശ്യം നമുക്കൊരു എന്താ പറയുക, ഒരു 720 വരെയൊക്കെ പോയി. 770 നമ്മുടെ ഒരു 50 പോയിൻ്റ് കൂടെ സ്പോട്ട് പോയിരുന്നെങ്കിൽ ടാർഗറ്റ് എത്തുമായിരുന്നു. പക്ഷേ നമുക്ക് എന്താണ് SL അടിച്ചു. അതായത് ഡൗൺ സൈഡിലേക്കാണ് കൂടുതൽ മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്ത്. നമ്മളെ എന്താ പറയുക, സിസ്റ്റം പ്രകാരം നമ്മുടെ ടാർഗറ്റ് എത്താതെ ഇറങ്ങാറുമില്ല. SL കറക്റ്റ് എത്തിയാൽ നമ്മൾ എക്സിറ്റ് ചെയ്യും അല്ലേ. ഞാൻ കോസ്റ്റിലൊന്നും വെച്ചിട്ടില്ല, കാരണം പിന്നെ എൻട്രി ടൈം കാണാം 12:47, 2:15, 1.5 മണിക്കൂർ. അതിന് ശേഷം എക്സിറ്റ് വന്നത് അല്ലേ. 439 എൻട്രി, 418 എക്സിറ്റ്. 1,600 രൂപയാണ് ഈ ഒരു എസ്റ്റിമേറ്റ് റേറ്റ്. കാരണം 20 പോയിൻറ്റ്സാണ് കൊടുത്തിരുന്നത്. പക്ഷേ ആ ഒരു സ്പൈക്കിൽ നമുക്ക് 1,500 ലോസ് വരേണ്ടത്, 1,600 വന്നിട്ടുണ്ട്. മാർക്കറ്റ് സ്റ്റിൽ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു IDX ലെവലിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യണം. ഒന്നുകിൽ അപ്പ് സൈഡ് ടാപ്പ് ചെയ്താൽ ഡൗൺ സൈഡ് നോക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ 2.15 ട്രേഡ് ടൈം ഉണ്ടാവുമെന്നറിയില്ല. അല്ലെങ്കിൽ ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം, 51,500 താഴേക്ക് വരണം ബാങ്ക് നിഫ്റ്റി. അതൊരു പ്രോപ്പർ എൻട്രി ലിക്വിഡിറ്റി എന്നല്ല, 51,500 താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ മുകളിലുള്ള ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ, എനിക്ക് തോന്നുന്നു 51,700 മുകളിലാണ്, അവിടെ ടച്ച് ചെയ്യാൻ താഴേക്ക് നോക്കാം. അല്ലെങ്കിൽ എൻട്രി പ്ലാൻ ചെയ്യേണ്ട. 500 താഴേക്ക് വരുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു. ഞാൻ പറയാൻ കാരണം 500 ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഇനിയുള്ളത് ഈ 51,335 പക്ഷേ എന്താ പറയുക, അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പ് സൈഡിലേക്ക്. ഇനി സമയം ഉണ്ടാവും എന്നറിയില്ല, 2.15 അല്ലെങ്കിൽ 51,500 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ അപ്പ് സൈഡിലേക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കും. നോർമലി നിങ്ങൾക്കറിയാം, നോർമലി ഞാൻ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ട്രാപ്പ് ചെയ്തിട്ട് ഒറ്റ ട്രേഡ് എടുക്കാറുള്ളൂ. ഇത് ഇനി എനിക്ക് തോന്നുന്നില്ല, 2:30 ആവാനായില്ലേ. അപ്പോൾ നമുക്ക് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും തോന്നില്ല. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരികയാണെങ്കിൽ. നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻട്രി എടുക്കാൻ പറ്റിയൊരു ഏരിയയിലാണ് ഞാൻ ജസ്റ്റ് ഒരു ബൈ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, 51,500 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഞാൻ 1 മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ ആ പ്രോപ്പറായിട്ടുള്ളൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒന്നും എടുത്തിട്ടില്ല. ഓൾറെഡി നേരത്തെ എടുത്തതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇത് 51,500 എന്നുള്ള ലെവലിൻ്റെ താഴെ ഒരുപാട് SLകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് എടുത്തിട്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു സ്പൈക്ക് തരികയാണെങ്കിൽ നമുക്ക് കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ട്രേഡ് പ്ലാൻ ചെയ്തത്. 437 ഓർഡർ കംപ്ലീറ്റ് ആയി. 437:10 നമ്മുടെ ഓർഡർ വന്നത്. ആ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. എന്താ പറയുക, ടാർഗറ്റ് 51,697. അതൊരു 100 പോയിൻറ്റ്സൊക്കെ ടാർഗറ്റിലേക്ക് വരും. ഇൻ കേസ് താഴേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് എഗെയിൻ ഇന്ന് ലോയിലേക്ക് തന്നെ വരികയാണെങ്കിൽ SL 20 പോയിൻറ്റ്സ് കൊടുത്ത് നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തും. അത്രേ ഉള്ളൂ. പിന്നെ ടൈമും ഇല്ല, 2:32 അല്ലേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ഓൾറെഡി ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഒരു ഇൻറ്റേർണലി ഉള്ള. അതുകൊണ്ട് അത് നമ്മൾ ഒരു ട്രേഡ് നമ്മുടെ SL അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം എഗെയിൻ 51,500 താഴേക്ക് വന്ന സമയത്ത് ഞാൻ 51,500 താഴെയും എന്താണ് സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവാം എന്ന് കരുതി, അവിടെ നിന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റവും തരാൻ ചാൻസ് ഉണ്ട്. താഴേക്കും വരട്ടെ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് ഒരു അഗ്രസീവായിട്ടുള്ളൊരു ട്രേഡ് പ്ലാൻ ചെയ്താണ്. നോക്കാം നമുക്ക്. ഇതർ നമുക്ക് SL വന്നാൽ 3,000 രൂപ ഇന്നത്തെ ദിവസം നമുക്ക് ലോസ് വരും. അപ്പോൾ നമ്മൾ നിർത്തുന്നു. ഇൻ കേസ് ടാർഗറ്റ് വരുമോ നോക്കാം നമുക്ക്. ഏതായാലും നമുക്ക് സമയം അധികം ഉണ്ടല്ലോ. 3:05 ശേഷം 3:05, 3:10 അല്ലെങ്കിൽ 3 മണി റേഞ്ചിലൊക്കെ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വരും. 3:15 മാക്സിമം കേട്ടോ. ഞാൻ നാളൊക്കെ 3:05 എക്സിറ്റ് ചെയ്ത് 3:15 വരെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ഓട്ടോ സ്ക്വയർ ഓഫ് 3:20, 3:15 ആവുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ എക്സിറ്റ് ചെയ്യാം. 3:15 അല്ലെങ്കിൽ 3:10, 3:05 ചെയ്യാൻ പറ്റും. നോക്കാം. ആ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ആവുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 51,697 അതിന് മുമ്പ് നമുക്ക് 100 പോയിൻറ്റ് കിട്ടുകയാണെങ്കിൽ അടിപൊളി. അല്ലെങ്കിൽ SL ആണെങ്കിൽ അത് അല്ലേ. ഏതായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ. നമ്മുടെ ലെവലിൽ, അതായത് ഓൾറെഡി സമയം 3:08 ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു സിങ് ഹൈ കട്ട് ചെയ്യുമ്പോൾ ഇറങ്ങാം. കാരണം നമ്മുടെ അല്ലെങ്കിൽ റിസ്ക്കാണ്. കാരണം ടൈമായി, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തില്ല. പൊസിഷനിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം. ജസ്റ്റ് എക്സിറ്റ് കൊടുത്തു.
454 എന്നുള്ള പ്രൈസിന് എക്സിറ്റ് ചെയ്ത് നമുക്ക് എന്താണ് 1300 രൂപ പ്രോഫിറ്റ്. അതിൻ്റെ ഇടയിൽ 4000 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല ഒരു സ്പൈക്കിൽ. പക്ഷേ നമുക്ക് ടാർഗറ്റിലേക്ക് എത്തിയിട്ടില്ല, നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഈ ട്രേഡ് എടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞു, 40 മിനിറ്റായി. 2 ട്രേഡിലും 50 പോയിൻറ്റിൽ 60 പോയിൻ്റൊക്കെ കിട്ടിയ ട്രേഡ്, 50 പോയിൻറ്റ് റേഞ്ചിൽ മൂവ് ചെയ്തതിന് ശേഷമാണ്. ഇനി ഈ ഒരു സിംഗ് ഹൈ എടുത്തപ്പോൾ ഇറങ്ങിയതാണ് ഞാൻ. കാരണം ഇനി നമുക്ക് ടൈമില്ല, ഒന്നാമത് മാർക്കറ്റ് ഇനി മുകളിൽ പോകാറില്ല. ഓട്ടോ സ്ക്വയർ ഓഫ് റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഓർഡർ 2 ട്രേഡ് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഓവറോൾ ഒന്ന് ചെറിയൊരു ലോസാണ്, 300 റുപ്പീസ്. കുഴപ്പമില്ല, നമ്മുടെ റൂൾസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്, ട്രേഡ് എടുത്തിട്ടുണ്ട്. വേറെ റൂൾസൊന്നും എഗെയിൻസ്റ്റ് ചെയ്തിട്ടില്ല, അൺവാണ്ടഡ് ആയിട്ട് ട്രേഡ് ചെയ്തിട്ടില്ല. ഹാപ്പിയാണ്. ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായാൽ മതി. ഒരു മെക്കാനിക്കൽ സ്റ്റേജിൽ എത്തുന്നവരെ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ ട്രേഡിങ്ങിൽ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയൊരു ഭയങ്കര ഇമോഷൻ പ്രശ്നം, ലോസ് അടിച്ചു എന്ന് വെച്ച് പച്ച കത്താൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് ഡേയ്സ് ഉണ്ട് ഇനിയും. നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് എത്തിയാൽ മതി, കുഴപ്പമില്ല. ഏതായാലും ഇനി ഇന്നത്തെ ലൈവ് ട്രേഡ് ഇത്രേ ഉള്ളൂ. ഇന്ന് ഏതായാലും ട്രേഡ് എടുക്കാൻ ടൈമില്ല, 3:10 അതുകൊണ്ടാണ് നമ്മൾ എക്സിറ്റ് ചെയ്ത്. നാളെ നോക്കാം, നാളെയും അവസരങ്ങളുണ്ടാവും, ട്രേഡ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഏതായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.